യൂജനിക്സ് യൂജനിക്സ് സത്യമാണോ അല്ലയോ? യൂജനിക്സിനെ പറ്റി കുറേ പേര് ഇപ്പോൾ കുറേ വീഡിയോ ഇടുന്നുണ്ട്. കുറേ പേര് യൂജനിക്സിനെ ഭയങ്കര ഡീമനൈസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് യൂജനിക്സിനെ ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പം എന്താണ് യൂജനിക്സ്? ഇൻ കേസ് യൂജനിക്സ് ട്രൂ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്പം ഈ യൂജനിക്സ് എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം ഭയങ്കര ഇൻ്റലിജൻറ്റും ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തും ഉള്ള രണ്ട് കപ്പിൾസ്, ഇവർക്കുണ്ടാകുന്ന ചിൽഡ്രൻ ഇവരെപ്പോലെ തന്നെ നല്ല സ്ട്രോങ്ങും ഇൻ്റലിജൻറ്റും ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റീനെ മൊത്തത്തിൽ എൻജിനീയർ ചെയ്യുന്നതിനാണ് സത്യത്തിൽ നമ്മൾ യൂജനിക്സ് എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ ഒരു സൊസൈറ്റി മൊത്തം നല്ല ഇൻ്റലിജൻറ്റും നല്ല സ്ട്രോങ്ങും ഫിസിക്കലി നല്ല കേപ്പബിളും ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരു സൊസൈറ്റി മൊത്തം ഉണ്ടാകുന്നത്. അപ്പം ഇത് പണ്ട് ഹിറ്റ്ലർ നാസി ജർമ്മനിയിലൊക്കെ പണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. ഇതിനെതിരെ ഈ യൂജനിക്സിനെതിരെ സത്യത്തിൽ ഇപ്പോൾ കുറേ പേര് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നെറ്റിലൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം യൂജനിക്സ് തെറ്റാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ലോജിക്ക് ചിന്തിച്ച് നോക്കിയാൽ ഞാനിത് പറയാൻ പോകുന്ന എൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് യൂജനിക്സ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കാം, ശരിയാണെങ്കിൽ ശരിയാണെന്ന് തന്നെ വിശ്വസിക്കാം. ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുവാണെങ്കിൽ യൂജനിക്സ് എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റിയാണ്, ഒരു ചാൻസാണ്. അപ്പം രണ്ട് പൊക്കമുള്ള രണ്ട് പേരൻസ്, അവർക്കുണ്ടാകുന്ന ചിൽഡ്രൻ അവരെപ്പോലെ തന്നെ പൊക്കം വയ്ക്കാനുള്ള ചാൻസ് 80% മേളിലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ട് കണ്ടീഷൻസ് ഉള്ള പേരൻസ്, അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും ഹാർട്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ രണ്ട് പൊക്കം കുറഞ്ഞ പേരൻസ് ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന ചിൽഡ്രനും പൊക്കം കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. വെളുത്ത അല്ലെങ്കിൽ കറുത്ത പേരൻസിനുണ്ടാകുന്ന ചിൽഡ്രൻ അവരെപ്പോലെ തന്നെ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് ചാൻസാണ്, അല്ലാണ്ടും വന്നിട്ടുണ്ട്. വെളുത്ത രണ്ട് പേരൻസിന് അധികം നിറവില്ലാത്ത കുട്ടിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇതൊരു പ്രോബബിലിറ്റിയാണ്, ഇത് ഒരു ചാൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ വിട്ടുകൊടുക്കേണ്ട. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിയത് 80-85% വർക്കാവുക ചെയ്യുന്നത്. ഇപ്പോൾ പൊക്കമുള്ള പേരൻസിന് പൊക്കമുള്ള കുട്ടികൾ തന്നെ ഉണ്ടാകാനുള്ള ചാൻസാണ് കൂടുതൽ. പൊക്കം മാത്രമല്ല, ഫിസിക്കൽ ട്രെയ്റ്റും ഇൻ്റലിജൻസും ഇതെല്ലാം സത്യത്തിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇപ്പം യൂജനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അധികം കേപ്പബിൾ അല്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ അധികം സ്ട്രെങ്തും ഇല്ല, ഒട്ടും ബുദ്ധിയില്ലാത്ത ആളുകൾ ഒരിക്കലും കുട്ടികളെ ഉണ്ടാക്കില്ലെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുട്ടികൾ അവരുണ്ടാക്കാണ്ടിരുന്നാൽ ഈ ബുദ്ധിയും അധികം നല്ല സ്ട്രെങ്തും ഉള്ള ആളുകൾ കുട്ടികളെ ഉണ്ടാക്കിയാൽ പിന്നീടുള്ള സൊസൈറ്റി അവരെപ്പോലെ തന്നെ നല്ല സ്ട്രെങ്തും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ നോക്കിയാൽ നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട് ഈ യൂജനിക്സ്. ഈ സെലക്റ്റീവ് ബ്രീഡിങ് എന്തോ സംഭവം ഇപ്പോൾ പ്ലാന്റ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, ആനിമൽസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആനിമൽസിൽ നല്ല സ്പീഡുള്ള ഹോഴ്സ്, കുതിര, ഇല്ലെങ്കിൽ നല്ല വലിയ പശുക്കൾ, ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ആളുകൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല ഫ്രൂട്ട്സ്, നമുക്ക് മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള യൂജനിക്സ് ആണ്. ഇത് തന്നെയാണ് വേറൊരു തരത്തിൽ ഹിറ്റ്ലർ പണ്ട് നാസി ജർമ്മനിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഇത് എൻ്റെ മാത്രം ഡിസിഷനാണ്. എൻ്റെ ഒരു വ്യൂ പോയിന്റ് നോക്കിയാൽ യൂജനിക്സ് സത്യത്തിൽ വാലിഡ് ആണ് എന്നാണ്. യൂജനിക്സ് വെച്ച് സത്യത്തിൽ തിയററ്റിക്കലി ഒരു സൊസൈറ്റിയെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും ഫ്യൂച്ചറിൽ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് യൂജനിക്സ് തെറ്റാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം. കാരണം നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ യൂജനിക്സ് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് വലിയ വാലിഡിറ്റി ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് സ്വയമായിട്ട് ചിന്തിക്കുമല്ലോ, നമ്മുടെ സൊസൈറ്റിയിലെ കാര്യങ്ങളും നമ്മുടെ ഹിസ്റ്ററിയും ഇതെല്ലാം നമ്മുടെ ഈ മാൻകൈൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചയും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാൻ പറ്റുമല്ലോ, ഇത് വർക്കാവോ ഇല്ലയോ എന്ന്. ഇതെന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റിലൊക്കെ ഇതിനെപ്പറ്റി വലിയ റിസർച്ചൊന്നും നടക്കാണ്ട് ഇത് തെറ്റാണെന്നങ്ങ് പറയുന്നത്? ഇത് നമ്മൾ ഇപ്പം ഇൻ്റർനെറ്റിൽ ഗൂഗിളിലും ChatGPTയിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിനെ ഭയങ്കര ഡീമനൈസ് ചെയ്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ഭയങ്കര റേസിസ്റ്റാണ്, ഇത് ഭയങ്കര ജനോസൈഡിക്കലാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഇതിനെ ആരും തെളിയിക്കാൻ നോക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ തെളിയിച്ചോ ഇതിൽ പുറത്തു വിടാത്തതാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് യൂജനിക്സ് വർക്ക്സ്. പക്ഷേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ യൂജനിക്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രോബ്ലം അറിയാം. നമുക്കിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് പോപ്പുലേഷനാണ്. ഇപ്പം പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ സത്യത്തിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ പറയുവാണെങ്കിൽ 10ാം ക്ലാസ് തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികളെ പതുക്കെ ഫിസിക്കൽ ട്രെയിനിങ്ങും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എക്സാംസും കൊടുക്കുക. എന്ന് വെച്ചാൽ നല്ല ബുദ്ധി വളർച്ച ഉണ്ടാകുന്ന എക്സാംസ്, നല്ല ഇൻ്റലിജൻസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കാണാതെ പഠിച്ചുള്ളതല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന എക്സാംസ്. അപ്പം
അത് വലിയ കമ്പൽസറി ആക്കില്ല. പക്ഷേ 10ാം ക്ലാസ്സിൽ മാത്രം നമ്മളെ ഒരു ഫിസിക്കൽ എക്സാം ഒരു 10 എക്സസൈസ് ചെയ്താൽ A+, 9 A+, അല്ലെങ്കിൽ 9 പുഷപ്പ് ചെയ്താൽ A, അല്ലെങ്കിൽ 8 ചെയ്താൽ B+, അതുപോലത്തെ സ്കീം കൊണ്ടുവരിക. അപ്പോൾ പുഷപ്പും പുള്ളപ്പും അങ്ങനെ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു IQ ടെസ്റ്റും ചെയ്യുക. അപ്പം എല്ലാവരും അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് ഫിസിക്കലി ഇതാവും. പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോൾ കമ്പൽസറി ആയിട്ട് എല്ലാ പോപ്പുലേഷനും ഇങ്ങനത്തെ ടെസ്റ്റിന് വിധേയരാകുക. എന്ന് വെച്ചാൽ ഓരോ 5 വർഷം കൂടുമ്പം ഈ ഫിസിക്കൽ ടെസ്റ്റ് പുഷപ്പും പുള്ളപ്പും പിന്നെ നമ്മുടെ IQ നോക്കുന്ന ക്രിയേറ്റിവിറ്റി നോക്കുന്ന ടെസ്റ്റും ചെയ്യുക. അപ്പം ഇങ്ങനെ നോക്കുമ്പം ഇങ്ങനെ ഇതിൽ നന്നായിട്ട് ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടുന്നവർക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഇവർക്ക് 2ൽ കൂടുതൽ കുട്ടികൾ ഇവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഈ ടെസ്റ്റ് പാസ്സാവാത്ത ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഈ 2ൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അവർക്ക് 2 കുട്ടികൾ മാത്രമേ പാടുള്ളൂ. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ലോങ്ങർ ടേമിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇൻ്റലിജൻറ്റും ഭയങ്കര സ്ട്രെങ്തും ഉള്ള ആളുകളായിരിക്കും. യൂജനിക്സ് സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് സത്യമാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാം. കാരണം നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു 80% ആളുകൾക്കും അധികം ഇൻ്റലിജൻറ്റും അല്ല, എന്ന് വെച്ചാൽ അവർ ഭയങ്കര അൺഹെൽത്തിയുമാണ്. ഇതിൻ്റെ കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അവർക്ക് വലിയ ഫിസിക്കൽ കേപ്പബിലിറ്റി ഒന്നും ഇല്ല. അപ്പം ഇത് നമുക്ക് ഈ 80% നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു 20% താഴെ കൊണ്ടുവരാൻ പറ്റും യൂജനിക്സ് സത്യമാണെങ്കിൽ യൂജനിക്സ് വെച്ച് തന്നെ. അപ്പം അത്രയും എനിക്കിതിൽ പറയാനുള്ളത്. താങ്ക്സ്.